ഹായ് ഫ്രണ്ട്സ്, സൺഡ്രൈഡ് ടൊമാറ്റോ സൂര്യതാപത്തിൽ ഉരുകി ഉണക്കിയ തക്കാളി, ഇത്രയേ ഉള്ളൂ സംഭവം. കുറേ തക്കാളി വാങ്ങുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പപ്പണി. തക്കാളി നമ്മൾ കേടുവരാതെ കുറേ കാലം എടുത്തു വയ്ക്കണ്ടേ, അതിനു വേണ്ടിയുള്ള എളുപ്പപ്പണിയാണ്. പക്ഷേ എൻ്റെ മേരി മീ ചിക്കന് വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. പക്ഷേ ബാംഗ്ലൂർ ഫ്ലാറ്റിൽ എവിടെയാണ് സൂര്യ വെളിച്ചമൊക്കെ കിട്ടും നമ്മുടെ ബാൽക്കണിയിൽ. അതൊക്കെ ക്ഷമ വേണം. അതിനൊന്നും ഇപ്പോൾ നമുക്ക് ക്ഷമയില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഓവനിലിട്ട് സൺഡ്രൈഡ് ടൊമാറ്റോ ആക്കി എടുക്കും. കണ്ടോളൂ, ഓരോ തക്കാളിയും നമ്മൾ നെടുകി പിളർന്ന് അതിൻ്റെ അറ്റത്ത് ആ പച്ച കളയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഓവനിൽ വെക്കാനായി ഒരു പാത്രത്തിൽ അത്യാവശ്യം എണ്ണയോ നെയ്യോ ഒക്കെ തൂവിയ ശേഷം നമ്മളിങ്ങനെ നിരത്തി വയ്ക്കുന്നു. ഇതിൽ ചിലർ ഒട്ടിപ്പിടിക്കാത്ത പേപ്പറൊക്കെ ഒട്ടിക്കും, അതൊന്നും കാര്യമില്ല. നമുക്കിങ്ങനെ നിരത്തി വയ്ക്കാം. നിരത്തി വെച്ചതിന് ശേഷം ഓരോന്നിങ്ങനെ നിരത്തി വെച്ച് ക്ഷമയോടെ വെച്ചതിന് ശേഷം നമുക്ക് ഓവനിലേക്ക് കയറ്റി വിട്ടിട്ട് ഒരു അരമണിക്കൂർ, അതായത് 30 മിനിറ്റ്സ് നമുക്ക് ഹീറ്റ് ചെയ്യാം ആദ്യം. അതിനുശേഷം നമുക്ക് മാറ്റിയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ മാറ്റാം കേട്ടോ. നമ്മൾ വെക്കുന്ന ചൂട് അളവ് കൂടുതലായതുകൊണ്ട് 15 മിനിറ്റ് നമ്മൾ പുറത്തെടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഒരു സ്പൂണ് വെച്ച് ഇങ്ങനെ അമർത്തണം. അതായത് അതിൽ വെള്ളമെല്ലാം കളയുന്ന രീതിയിൽ ഓരോന്നിൽ തക്കാളി ചാറിൻ്റെയും വെള്ളം കളയുന്ന രീതിയിൽ നമ്മളൊരു സ്പൂണ് വെച്ച് അമർത്തിയെടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഓവനിൽ വെച്ച് കരിച്ചെടുക്കാം. ഇല്ല, കരിയാൻ പാടില്ല, എന്നാലും കരിച്ചെടുക്കാം. ഇവിടെ നമ്മൾ അരമണിക്കൂർ കൊണ്ട് സൺഡ്രൈഡ് ടൊമാറ്റോ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സംഭവം റെഡിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു. അപ്പോൾ മേരി മീ ചിക്കൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് റെഡിയായി.